ഇന്ന് രാവിലത്തെ കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കാപ്പരി പോലിരിക്കുന്ന മുടി ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് ബോണി അവിടെ നിൽക്കുന്നു. ബോണി എന്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹെയർ സ്ട്രൈറ്റനിങ് ഇല്ല, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും. അവൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാച്ചുറൽ കേളാണല്ലോ. അവനെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ സ്ട്രെയിറ്റൻ ഹെയർ അതൊന്ന് കേളി ആക്കണം. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ കേളി ആയിക്കൊണ്ട് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തോ അവൻ ബുക്ക് ചെയ്തു, അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയാണ്. So it's not only the girls those who get a hair treatment. These days we also get the same treatment, guys. We'll see you soon in the hair salon. ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ കണ്ടാച്ചാൽ മതി ഏത് ലെവലിലാണ് കാര്യങ്ങളെന്ന്. ഒരുത്തൻ്റെ ഐഡിയ ഇനിയിപ്പം പോയിട്ട് വന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ശരി എന്നാ few moments later. അങ്ങനെ ഞങ്ങളുടെ ഹെയർ കഴിഞ്ഞു. ബോണി നോക്കിയേ, ബോണിയുടെ ഹെയർ സ്റ്റൈൽ കെടു. എനിക്കൊരു വ്യത്യാസമില്ല, ഇപ്പോഴും കാപ്പിരി മുടി തന്നെ. പക്ഷെ അമ്മരെന്തോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്താ നല്ല സുഖമല്ല ട്രീറ്റ്മെൻറ്റ്. ഭയങ്കര കളസം കയറിയെന്നല്ല, അത് പൈസ പോയത് മിച്ചം. എനിക്കൊരു വ്യത്യാസമില്ല. ഇത് ചെയ്തതിന് 3.5 മില്യൺ, രണ്ടുപേരുടെ തലമുടി ചെയ്തതിന് 3.5 മില്യൺ, അതായത് 3.5 ലക്ഷം ലോങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത്ര തലമുടി ചെയ്താ. 35 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 35 ലക്ഷം ഡോങ് ആണ് കൊടുത്തേക്കുന്നത് തലമുടി ഇങ്ങനെ നാക്കാൻ. എനിക്കൊരു വ്യത്യാസമില്ല, കഴുകി തന്നു. കുളിച്ച് കഴിയുമ്പോൾ എന്താവും ആർക്കറിയാം. എനിക്കൊരു വ്യത്യാസമില്ല. അതെ, 2 ദിവസം തല നനയ്ക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിനി കുളിക്കുന്നില്ല. നീ കുളിക്കണ്ട. അടിപൊളിയായിട്ടുണ്ട്. ബോണിയുടെ തലമുടി സ്റ്റൈലായിട്ടുണ്ട്. എൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ബോണിയുടെ 25 ലക്ഷം, എൻ്റെ 10 ലക്ഷം. ഇതാണ് ഇന്നത്തെ പരിപാടി.